ഞാൻ അഫ്താബുദ്ദീൻ LSA മർഹൂം ബി അമാനൂർ അക്കാഡമിക് സെൽ മെമ്പറാണ്. ഈ സെല്ലിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു ബുക്ക് സീരീസ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്നോണം തുടക്കക്കാർക്ക് വായിക്കാനായിട്ടുള്ള 2 പുസ്തക റെക്കമെൻഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. വായനാശീലം തുടങ്ങണം എന്ന് കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നവർക്കും എവിടെ തുടങ്ങണം എന്ന് അറിയാത്തവർക്കുമായിട്ടാണ് ഈ ബുക്ക് റെക്കമെൻഡേഷൻ. ആദ്യമായിട്ട് മലയാളം ബുക്കായ ആടുജീവിതം. ബെന്യാമിൻ എഴുതിയ ഈ പുസ്തകം മലയാളത്തിലെ തന്നെ ഏറ്റവും മാഗ്നിഫിഷ്യൻസ് വർക്ക്സിൽ ഒന്നാണ്. ഇതിന്റെ ലിറ്റററി സൈഡ് നോക്കുകയാണെങ്കിൽ വളരെ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു നെറേറ്റീവ് സ്റ്റൈലും മാക്സിമം ഒരു 3-4 ദിവസത്തിനുള്ളിൽ വായിച്ചു തീർക്കാവുന്നതുമായിട്ടുള്ള ഈ പുസ്തകം തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു പുസ്തകം. അടുത്തതായി ഒരു ഇംഗ്ലീഷ് ബുക്ക് റെക്കമെൻഡേഷനാണ് ദി ഓൾഡ് മാൻ ആൻഡ് ദി സീ. ഏണസ്റ്റ് ഹെമിംഗ്വേ, അമേരിക്കൻ ഓതറായ ഏണസ്റ്റ് ഹെമിംഗ്വേ എഴുതിയ ദി ഓൾഡ് മാൻ ആൻഡ് ദി സീ തുടക്കക്കാർക്ക് വായിക്കാൻ പറ്റുന്ന ഒരു നല്ല കൃതിയാണ്. ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. 112 പേജുള്ള ഈ വർക്ക് ഒരു മാക്സിമം 5-6 ദിവസത്തിനുള്ളിൽ എന്തായാലും വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഈ 2 പുസ്തകത്തിന്റെയും കോർ എന്ന് പറയുന്നത് എ മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബട്ട് നെവർ ബി ഡിഫീറ്റഡ്. ഒരു മനുഷ്യനെ തകർക്കാം പക്ഷെ തോൽപ്പിക്കാൻ ആവില്ല എന്നുള്ള ഒരു അത്യുന്നതമായ മെസ്സേജാണ് ഈ 2 പുസ്തകവും. ഈ വാക്യം ദി ഓൾഡ് മാൻ ആൻഡ് ദി സീ എടുത്തതാണെങ്കിൽ തന്നെ ഈ 2 പുസ്തകവും ആ ഒരു മെസ്സേജിൽ കോറപ്പ് ചെയ്യുന്നു. ദി ഓൾഡ് മാൻ ആൻഡ് ദി സീയുടെ നെറേറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള വർക്കാണെങ്കിൽ തന്നെ ഇതിന്റെ ഭാഷാ രീതി, ഇത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ തനതായ ഒരു രീതിയിൽ തന്നെയാണ്. കാരണം അദ്ദേഹം എഴുതുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിലും അതുപോലെ തന്നെ ഭയങ്കര ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു നെറേറ്റീവ് ടെക്നിക്കുമാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. ഒരു പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ എല്ലാ വർക്ക്സും എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദി ഓൾഡ് മാൻ ആൻഡ് ദി സീ. 2 പുസ്തകങ്ങളും തുടക്കക്കാർക്ക് വായിക്കാവുന്ന അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്ന 2 പുസ്തകങ്ങളാണ്. ഇനി മലയാളം വായിച്ച് തുടങ്ങിയിട്ട് ഇംഗ്ലീഷ് വായനയിലോട്ട്, ഇംഗ്ലീഷ് ലിറ്റററി വേൾഡിലോട്ട് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായന മാത്രം കൊണ്ട് മലയാളമില്ല അങ്ങനെയാണെങ്കിൽ മലയാളത്തിലോട്ട് കടക്കാനും, അല്ലെങ്കിൽ വായനാശീലമുണ്ട് പക്ഷെ ഈ 2 പുസ്തകങ്ങളും വായിച്ചിട്ടില്ല എങ്കിൽ ഇവരെല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന 2 പുസ്തകങ്ങളാണിത്. ഈ 2 പുസ്തകങ്ങൾ വായിക്കുക, ഇവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. JLSA.